ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്തിട്ടുള്ള ആലപ്പുഴ ജിങ്കാന സിനിമ കണ്ടു കഴിഞ്ഞു. തല്ലുമാലയ്ക്ക് ശേഷം ഇദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ആലപ്പുഴ ജിങ്കാന. തല്ലുമാല ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ തന്ന മൂവിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജിങ്കാന ഖാലിദ് റഹ്മാൻ ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞ സമയം തൊട്ടേ ഭയങ്കര പ്രതീക്ഷ കൂടുതലായിരുന്നു. ആ പ്രതീക്ഷയോടെയാണ് സിനിമ കാണാൻ പോയതും. അതിന് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ഡയറക്ടർ മാത്രമല്ല കാരണം, നെസ്ലിനെ പോലുള്ള താരങ്ങളൊക്കെ വന്നതുകൊണ്ടും ഇതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ നോക്കുമ്പോഴൊക്കെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ പ്രതീക്ഷ കൂടുതലായിരുന്നു. പക്ഷേ ഈ സിനിമ കാണാൻ പോയിട്ട് തിയേറ്ററിനകത്തിരുന്ന് കണ്ടു തുടങ്ങിയപ്പോഴേക്കും സിനിമ പതിയെ പതിയെ നിരാശപ്പെടുത്താൻ തുടങ്ങി. ഒരു പരിധി വരേക്കും ഈ സിനിമ എനിക്ക് വലിയ ഓക്കെ ഒന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഒരു പരിധി വരേക്കും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമയുമാണ്. അതായത് കണ്ടിരിക്കാം, ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഈ പറയുന്ന മാത്രം പോകുന്ന അല്ലെങ്കിൽ ആ ഒരു തന്നിട്ടുള്ള ഹൈപ്പിനനുസരിച്ചുള്ള സിനിമ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നെസ്ലിൻ ചെയ്യുന്ന നായക കഥാപാത്രം നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയിട്ടുള്ളതും ആ ഒരു കഥാപാത്രമാണ്. നമ്മുടെ പ്രേമലോ സിനിമയൊക്കെ ചെയ്തിട്ട് ഹിറ്റ് അടിച്ച് നിൽക്കുന്ന സമയത്ത് നെസ്ലിൻ ഒരു യുവതാരമായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു വലിയ ഗ്യാപ്പ് എടുത്തിട്ട് ആലപ്പുഴ ജിങ്കാനയുടെ പിറകെ പോയത്. അതിന്റെ ഇടയിൽ അയാം കാതൽ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയെങ്കിലും ആ സിനിമ കുറെ മുൻപ് ഷൂട്ടൊക്കെ കഴിഞ്ഞ സിനിമയായിരുന്നു. അത് ജസ്റ്റ് ഇറക്കിയെന്നുള്ളൂ. എന്തായാലും പ്രേമലുവിന് ശേഷം പുള്ളിക്കാരൻ ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഒരുപാട് പുള്ളി ആ ഒരു അപ്പിയറൻസിലൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ വേറിട്ടൊരു അപ്പിയറൻസിലൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവിട്ടായ സമയത്ത് അത്രയും വലിയ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് നെസ്ലിന് ഒരു കഥാപാത്രവുമായിട്ട് വരുന്ന സമയത്ത് ആ കഥാപാത്രത്തിന് ഒരു വലിയ ഡെപ്ത് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ സിനിമയിലേക്ക് നോക്കുന്ന സമയത്ത് നെസ്ലിന്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് വരുന്ന ക്യാരക്ടറാണ്. പുള്ളിക്ക് പറഞ്ഞ പോലെ ആ പ്രായത്തിന്റെ എല്ലാ തരത്തിലുള്ള കുട്ടിക്കളികളും ഉണ്ട്. അതുപോലെ തന്നെ പുള്ളി ഭയങ്കര ഫ്ലേർട്ട് ചെയ്യും, ഭയങ്കര ഫണ്ണിയാണ്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതേ സമയം തന്നെ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട്, ജോജോ. ആ ക്യാരക്ടറിന് ഈ സിനിമയ്ക്കകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇൻ ദ സെൻസ് പുള്ളി അഭിനയിക്കുന്നുണ്ട്, ഇതിനകത്ത് ബോക്സിങ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ബോക്സിങ്ങിനെ പശ്ചാത്തലമാക്കിയിട്ടുള്ള സിനിമയാണല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്യാരക്ടറിന് ഡെപ്ത് ഇല്ല. ഇതിനകത്തുള്ള മറ്റു ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യുന്ന മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരെ പോലെ തന്നെയുള്ള ഒരു കഥാപാത്രം മാത്രമാണ് നെസ്ലിൻ ചെയ്യുന്ന സംഭവം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഡെപ്ത് കുറഞ്ഞൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് നെസ്ലിൻ വന്ന് ഇത്രയും ഗ്യാപ്പ് ഒക്കെ എടുത്ത് ഇതിൽ അഭിനയിച്ചു എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നെസ്ലിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റു ഫ്രണ്ട്സിനെ നോക്കുകയാണെങ്കിൽ പോലും അവർക്കൊക്കെ നെസ്ലിനെ പോലെ തന്നെ പെർഫോം ചെയ്യാനുണ്ട്. ഈ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ നായകനായിട്ട് വരുന്നത് നെസ്ലിൻ മാത്രമല്ല, പുള്ളിയുടെ കൂടെ അഭിനയിച്ച ഓരോ വ്യക്തിയും നായകൻ തന്നെയാണ്. പ്രത്യേകിച്ചും ഗണപതിയുടെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയണം. പുള്ളിക്കാരനാണ് ഈ സിനിമയ്ക്കകത്ത് ശരിക്കും നായകൻ എന്ന് വരേക്കും ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയാം. എന്തായാലും സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് കുറച്ച് കുട്ടികളാണ് താരങ്ങളായിട്ട് വരുന്നത്. നെസ്ലിനും ഗ്യാങ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇവരൊക്കെ +2 കഴിഞ്ഞ് +2 ഒക്കെ പരാജയപ്പെട്ട് തോറ്റു നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവർക്ക് +2 ജയിക്കണമെങ്കിൽ ഗ്രേസ് മാർക്ക് വേണം എന്നുള്ളൊരു ആവശ്യം വരികയാണ്. അപ്പൊ അതിനുവേണ്ടി ഇവരുടെ കയ്യിൽ വേറെ ഈ കലാപരമായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവർ കായികപരമായിട്ടുള്ള സംഭവം സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നെസ്ലിന്റെ ആ ഒരു ക്യാരക്ടർ പുള്ളിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവരും ബോക്സിംഗ് തെരഞ്ഞെടുക്കുന്നത്. ബോക്സിംഗിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിച്ച് ഗ്രേസ് മാർക്ക് വാങ്ങിച്ച് അങ്ങനെ +2 ജയിച്ച് അതുവഴി സ്പോർട്സ് കോട്ടയിലൂടെ ഈ കോളേജിലൊക്കെ പോയി പഠിക്കാം എന്നുള്ള സ്വപ്നമൊക്കെയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് മാത്രം ബോക്സിംഗ് പഠിക്കാൻ പോകുന്ന പിള്ളേർ ചെന്നെത്തിപ്പെടുന്നത് നമ്മുടെ ലുക്മാൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ടുള്ള ആന്റണി ജോഷ് എന്ന് പറയുന്ന ദേശീയ തലത്തിൽ ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു ബോക്സറുടെ അടുത്താണ്. അപ്പൊ ഈ ലുക്മാന്റെ ക്യാരക്ടർ ഇതിനകത്ത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. ഇതുവരേക്കും നമ്മൾ കാണാത്ത രീതിക്കുള്ള അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ് ലുക്മാൻ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസിൽ വന്നിട്ടുള്ള മാറ്റമാണെങ്കിലും പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസിൽ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ അഭിനയത്തിൽ വന്ന മാറ്റമാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ലുക്മാൻ അവറാൻ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പുള്ളിക്കാരന്റെ മലയാളം ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് നല്ല രീതിക്ക് ഉപയോഗിക്കാതെ പോയിട്ടുണ്ടെന്ന്. ഈ ഖാലിദ് റഹ്മാനെ പോലുള്ള ഡയറക്ടേഴ്സ് ആണ് പുള്ളിയെ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ തല്ലുമാല സിനിമയ്ക്കകത്ത് പുള്ളി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മലയാളികളുടെ ഇടയിൽ പുള്ളിക്ക് ഏറ്റവും അധികം സ്വീകാര്യത കിട്ടിയിട്ടുള്ളതും ആ ഒരു ക്യാരക്ടറിലൂടെ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ അനാർക്കലി മരക്കാരുടെ കൂടെ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരുന്നു. അപ്പൊ അങ്ങനെ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമാണ് ലുക്മാനെ കാണുന്നത്. പക്ഷെ ലുക്മാൻ നല്ലൊരു ആക്ടറാണ്, ഒരു സംശയമില്ല. ഉണ്ടെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച സമയത്ത് നമ്മൾ പുള്ളിയെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സിനിമയ്ക്കകത്തേക്ക് വരുന്ന സമയത്തും പുള്ളിയുടെ ആ ഒരു ആന്റണി ജോഷ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഭയങ്കര റൂഡായിട്ടുള്ള ക്യാരക്ടറാണ്. അതൊക്കെ പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത രീതിക്കുള്ള
ഒരു അഭിനയമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ആന്റണി ജോഷ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ അടുത്ത് ഈ പിള്ളേരൊക്കെ ബോക്സിംഗ് പഠിക്കാൻ വരുന്നു. പക്ഷെ ഇതില് മറ്റു സ്പോർട്സ് മൂവികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നത്, അന്ന് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഈ മൂവി മൊത്തത്തിൽ കഥ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ ഭയങ്കരമായിട്ട് ഡാർക്ക് സൈഡും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന സ്പോർട്സ് മൂവീസ് ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, അതിനകത്തൊക്കെ ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുക. ഈ സ്പോർട്സിന്റെ പിറകെ പോകുന്നു, അവര് ഫൈനൽ വരേക്കും മത്സരത്തിന്റെ അവസാനം വരേക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു, ഏറ്റവും അവസാനം ക്ലൈമാക്സിൽ അവർ എന്ത് ചെയ്യും, വിജയിക്കും. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് അത്തരം ഫോർമുല സംഭവങ്ങളൊന്നുമില്ല. അതെല്ലാം മാറ്റിയിട്ട് ഇതിനകത്ത് ജയങ്ങളും പരാജയങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നവർ തോറ്റുപോകും, പ്രതീക്ഷിക്കാത്തവർ ജയിക്കും, അങ്ങനെയൊക്കെ പലതും മാറി മറിഞ്ഞും വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നെസ്ലിനെ ഫോക്കസ് ചെയ്ത് സിനിമ കൊണ്ടുപോകുന്നൊക്കെ വിചാരിക്കുന്നിടത്ത് പോലും പലപ്പോഴും നമ്മുടെ ആ ചിന്തകളെ പോലും തെറ്റിച്ചുകൊണ്ട് സിനിമ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് വരുന്ന കാര്യം, ഈ സിനിമ ഒരു ഘട്ടം കഴിയുമ്പോൾ കഥ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിക്ക് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ബോക്സിംഗ് റിങ്ങിനകത്ത് കിടന്നിങ്ങനെ നട്ടം തിരിയുന്ന അവസ്ഥയാണ്. അവിടെ കിടന്ന് ഓരോരുത്തരുടെ ബോക്സിംഗ് കാണിച്ച് കാണിച്ച് അതൊരു പരിധി കഴിയുമ്പോഴേക്കും നമുക്ക് ലാഗ് അടിപ്പിക്കുന്ന അവസ്ഥയാവുന്നുണ്ട്. അപ്പൊ അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഥ പറയാനില്ലാത്തൊരു അവസ്ഥ. ഇനിയിപ്പോ ഇത് ഇവര് ബോധപൂർവം ചെയ്തതാണെങ്കിലും ശരി, അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ലാഗ് അടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ആ കഥ പറയാനില്ലാതെ ഒരു ബോക്സിംഗ് റിങ്ങിൽ കിടന്ന് നട്ടം തിരിയുന്ന സമയത്ത് പോലും നമ്മുടെ ഡയറക്ടർ എന്ത് ചെയ്തു, പഴയ തല്ലുമാല ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭയങ്കര കളർഫുൾ ആയിട്ട് ബോക്സിംഗ് എന്ന് പറയുന്ന സംഭവത്തെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് ഓരോ കഥാപാത്രങ്ങളുടെ ബോക്സിംഗ് വരുന്ന സമയത്ത് അതിങ്ങനെ കഥ ഇങ്ങനെ വലിച്ചു നീട്ടി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നെങ്കിലും ആ എടുത്തു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ അടിപൊളിയാണ്. അത് പ്രത്യേകിച്ചും പ്രേക്ഷകർക്ക് ഒരു ഹരം കിട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്, ബോക്സിങ്ങിന്റെ പല സമയങ്ങളിൽ ഫീൽ ചെയ്യാറുണ്ട്. എന്നാലും എനിക്കിപ്പം ബോക്സിംഗ് ഭയങ്കര ഭംഗിയായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, പെപ്പെ, ആന്റണി പെപ്പയുടെ ദാവീദ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത്. അതിനകത്തൊക്കെ ബോക്സിംഗ് കാണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ ഫീൽ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് അനഘ രവി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ആ ഒരു ബോക്സിംഗുമായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട് പുള്ളിക്കാരി ബോക്സിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ. ആ ഫ്ലോ ഒക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ. അതിനെ കുറിച്ച് നെസ്ലിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് സിനിമയ്ക്കകത്ത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഈ ഗണപതിയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ് ഗണപതി. ഗണപതി നടന്നു വരുന്ന മുണ്ടൊക്കെ കൊടുത്ത് ഒരു ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നടന്നു വരുന്ന സംഭവമുണ്ട്. ആദ്യമായിട്ട് ബോക്സിംഗ് പഠിപ്പിക്കുന്ന ജിങ്കാനയിലേക്ക് നടന്നു വരുന്ന സീനുണ്ട്. അപ്പൊ പുള്ളിയുടെ ആ ഒരു ജീവിത പശ്ചാത്തലം എന്താണ്, പുള്ളി ലൈഫിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നു എന്നൊക്കെ ആ ഒരു ഒറ്റ നടത്തത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഗണപതി പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളിയുടെ ആ ദീപക്കെട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ബിഹേവിയർ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ ഇഷ്ടമായിട്ടുണ്ട്. നസ്ലിനേക്കാളും ഒരു പടി മുകളിലാണ് ദീപക്കെട്ട് എന്ന് പറയുന്ന ഗണപതിയുടെ ക്യാരക്ടർ നിൽക്കുന്നത്. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പലരുടെയും കോമഡികളൊക്കെ നല്ല രീതിക്ക് വർക്കായിട്ടുണ്ട്. അതേപോലെ കോട്ടയം നസീർ സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അബു സലീം ചെയ്തിട്ടുണ്ട്, ഷൈൻ ടോം ചാക്കോ ചുമ്മാ വന്നൊന്ന് അഭിനയിച്ച് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ലൊക്കേഷനിൽ എങ്ങാണ്ട് ചായ കുടിക്കാനൊക്കെ വന്നപ്പോൾ കയറി അഭിനയിച്ച് പോയതായിരിക്കും. അല്ലാണ്ട് പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് തല കാണിച്ച് പുള്ളി അങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ പേരൊക്കെ അഭിനയിച്ചു, അവരുടെയൊക്കെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ ഷോൺ ജോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര രസമായിട്ട് പുള്ളി കോമഡി ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിഷാന്ത് സാഗറിന്റെ മകളായിട്ടുള്ള നന്ദ നിഷാന്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം പിള്ളേരൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നും പറയാനില്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ സിനിമ കൊണ്ടുപോയിട്ട് സിനിമയുടെ ക്ലൈമാക്സ് ആണ് ഏറ്റവും ശോകമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് ക്ലൈമാക്സ് ആണെന്ന് പോലും. ആ ഒരു ക്ലൈമാക്സ് വന്നപ്പോഴേക്കും തിയേറ്ററൊക്കെ മൊത്തത്തിൽ നിരാശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഓ, സിനിമ കഴിഞ്ഞു, എത്ര പെട്ടെന്ന് കഴിഞ്ഞോ, ഇങ്ങനെയാണോ സിനിമയുടെ ക്ലൈമാക്സ് എന്നുള്ളൊരു ഭാവമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതായത് സിനിമ കഴിഞ്ഞപ്പോൾ ആരും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് ആ ഒരു തിയേറ്ററിലെ ആ ഒരു ആംബിയൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ സംവിധായകനെ പോലെ തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുള്ള ആളാണ് DOP ആയിട്ടുള്ള ജിംഷി ഖാലിദ്. ഇതില് ഈ ബോക്സിംഗ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്, നല്ല രസമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ടറുടെ കൂടെ തന്നെ കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട്. ഈ ബോക്സിംഗ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും ബോക്സിംഗ് കാണുന്നു, നമുക്കും ആ ഒരു ആശങ്ക വരുന്നു എന്നൊക്കെ പറയുന്നത് സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള ജിംഷി ഖാലിദിന്റെ കൂടി ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. പിന്നെ നിഷാദ് യൂസഫാണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ കട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് ആ ഒരു ബോക്സിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട് പുള്ളി ആ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പല ഏരിയയിലും നെസ്ലിന്റെ ഒക്കെ
ആ ഒരു ബോക്സിങ്ങിന്റെ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ആ സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോഫിൽ ലാൽ, കലെ കിങ്സൺ രണ്ടുപേരും ചേർന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് രണ്ടുപേരും ചേർന്ന് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ടെക്നിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. പക്ഷെ സ്ക്രിപ്റ്റിലേക്ക് വരുന്ന സമയത്തുള്ള പാളിച്ചകൾ കാരണം നമ്മുടെ തല്ലുമാല പോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ബോക്സിംഗ് സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം കളർഫുൾ ആയിട്ട് ഇവർ ആ സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. സോ സിനിമ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വൺ ടൈം വാച്ചബിൾ ആണ്. പക്ഷേ ഈ സിനിമ മസ്റ്റ് ആയിട്ടും തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള മൂവി കൂടിയാണ്. തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. OTT വരും വരേക്കും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം OTT വന്നു കഴിഞ്ഞാലും ഈ സിനിമ നിങ്ങളെ OTT തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല. ഇത് തിയേറ്ററിനകത്ത് നിന്ന് തന്നെ കാണേണ്ട സിനിമയാണ്.